ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ സൺസ്ക്രീനെ കുറിച്ചുള്ളതാണ്. പലരും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല വെയിലുള്ള സമയത്ത് വെളിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ മാത്രം നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ എന്ന്. അങ്ങനെയല്ല, നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ വീടിനുള്ളിൽ ഇരുന്നാലും നമ്മൾ സൺസ്ക്രീനിന്റെ ഉപയോഗം ഏറ്റവും നല്ലതാണ്. ഡയറക്റ്റ് നമ്മുടെ മുഖത്തേക്ക് ആ ചൂടടിക്കാതിരിക്കാനും വേണ്ടി ഒത്തിരി ഉപകാരപ്പെടുന്നതാണ് വീടിനുള്ളിലായാലും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കഴിവതും പരമാവധി നല്ല ചൂടുള്ള സമയത്ത് വീടിനുള്ളിലായാലും നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗം തുടങ്ങുക. ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ പ്രത്യേകിച്ച് വെളിയിൽ പോകുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതാണ്. അത് രാവിലെ എന്നില്ല, ഉച്ചയ്ക്കെന്നില്ല, വൈകിട്ടെന്നില്ല, ഏത് സമയത്ത് നമ്മൾ വെളിയിൽ പോയാലും സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നീടുള്ളതാണ് പലരും ഓർക്കും രാവിലെ സൺസ്ക്രീൻ മുഖത്തൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് അത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ, അത്രയും സമയം നമുക്ക് അതിന്റെ എഫക്റ്റ് കിട്ടുമെന്നുള്ളത്. അങ്ങനെയല്ല, ഒരു മാക്സിമം ഒരു 3-4 മണിക്കൂർ അതിൽ കൂടുതൽ സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കല്ലേ, അതിനുശേഷം വീണ്ടും അത് അപ്ലൈ ചെയ്താൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ സൺസ്ക്രീൻ 3 രൂപത്തിൽ കിട്ടാറുണ്ട്: സൺസ്ക്രീൻ ലോഷന്, സൺസ്ക്രീൻ ക്രീം, അതുപോലെ ജെല്ല്. അപ്പൊ സൺസ്ക്രീൻ ലോഷൻ ചിലരുടെ സ്കിന്നൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളതായിരിക്കും, ഹാർഡ് ആയിട്ടുള്ളതായിരിക്കും. അതായത് മസാജ് ഒന്നും ചെയ്യാതെ ഒത്തിരി ടൈറ്റ് ആയിട്ടിരിക്കുന്ന സ്കിൻ ആയിരിക്കും. അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും സൺസ്ക്രീൻ ലോഷൻ മാത്രം ഉപയോഗിക്കാൻ നോക്കുക. കാര്യം ക്രീമോ ജെല്ലോ ഉപയോഗിച്ചിട്ട് അവർക്ക് അത്ര ഇത് അങ്ങോട്ടാകത്തില്ല. സൺസ്ക്രീൻ ലോഷനാണ് എപ്പോഴും അങ്ങനെ ഹാർഡായിട്ടുള്ള സ്കിൻ ഉള്ളവർക്ക് നല്ലത്. അതുപോലെ ചില സോഫ്റ്റ് സ്കിൻ ഒക്കെ ആണെങ്കിൽ, സാധാരണ മസാജ് ഒക്കെ ചെയ്ത് സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സൺസ്ക്രീൻ ക്രീം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കൂടുതലും മുഖത്ത് പിമ്പിൾസും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വരില്ല, നിങ്ങൾ തീർച്ചയായിട്ടും സൺസ്ക്രീൻ ജെൽ ഉപയോഗിക്കാൻ നോക്കുക. ഈ ക്രീമിനെക്കാട്ടിലും ലോഷനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്ക് ജെല്ലാണ്. ഈ 3 രൂപത്തിൽ കിട്ടും. അതുപോലെ നിങ്ങൾ പല കമ്പനിയുടെ നമുക്ക് ഇറങ്ങാറുണ്ടല്ലോ, ഇപ്പൊ ഒത്തിരിയും കമ്പനിയുടെ സൺസ്ക്രീൻ ഒക്കെ ഇറങ്ങാറുണ്ട്. അത് നല്ല ക്വാളിറ്റി നോക്കി നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. സാധാരണ വില കൂടുതലാണല്ലോ എന്ന് വെച്ച് അങ്ങനെയുള്ളതൊന്നും വാങ്ങിക്കാതെ വില കുറഞ്ഞ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ മുഖത്തൊക്കെ തേക്കുമ്പോൾ അത് ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഏതൊരു കാര്യവും ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ക്വാളിറ്റി നോക്കി വാങ്ങിക്കാൻ നോക്കുക. അതുപോലെ ഈ സൺസ്ക്രീൻ ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ചിലരുണ്ട് കുറച്ച് മാത്രം നല്ല വിലയുള്ളത്, അതുകൊണ്ട് അല്പം എടുത്തിട്ട് നമ്മൾ മോയ്സ്ചറൈസർ തേക്കും. ചില മോയ്സ്ചറൈസറൊക്കെ കുറച്ച് മാത്രം മതിയായിരിക്കും, അത് നല്ല രീതിയിൽ ഫേസിൽ മുഴുവനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ച് എമൗണ്ട് ആയിട്ട് എടുത്ത് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. സൺസ്ക്രീൻ ശരിക്കും ഒരു 2 വിരലിൽ ഇങ്ങനെ അല്പം തേച്ച് വെച്ചിട്ട് ശരിയായിട്ട് ഫേസിൽ മുഴുവനും കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അതിങ്ങനെ അപ്ലൈ ചെയ്ത് അതങ്ങ് ശരിക്കും നമ്മുടെ സ്കിന്നിലേക്ക് ആയിക്കോളൂ. ആ രീതിയിൽ ചെയ്യുക. അപ്പൊ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ചിലവർക്കും കറക്കുന്നു, അതുകൊണ്ടായിരിക്കും അന്ന് വെയിലത്തിറങ്ങുമ്പോൾ കറക്കാതിരിക്കുക. അങ്ങനെ മാത്രമല്ല, നമ്മൾ വെയിൽ കൊണ്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നൊക്കെ ചുളിവ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പിഗ്മെന്റേഷൻ, ഇങ്ങനെ കറുത്ത ഡോട്ടൊക്കെ വരാനും ഫേസിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കൂടുതലായിട്ട് ചൂടടിക്കും, ചിലർ പറയത്തില്ല ചൂട് കൊണ്ട് കരുവാളിച്ചു പോയെന്ന്, അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല കമ്പനിയുടെ നല്ല ക്വാളിറ്റി നോക്കി സൺസ്ക്രീൻ വാങ്ങിക്കാൻ നോക്കുക. അത് അപ്ലൈ ചെയ്യുന്നത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. കഴിവതും 3-4 മണിക്കൂർ കൂടുതലായിട്ട് നിങ്ങളുടെ ഫേസിൽ അതുണ്ടല്ലോ എന്നുള്ളത് കണ്ട് ചെയ്യാതെ അതിനുശേഷം വീണ്ടും അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പൊ പല കമ്പനിയുടെ നല്ല ക്വാളിറ്റിയിലുള്ളതൊക്കെ കിട്ടാറുണ്ട്, വാങ്ങിക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സൺസ്ക്രീൻ ആണ് ഞാൻ തേക്കുന്നത്. ഇത് സോളൈറ്റിന്റെ ആണ്. സോളൈറ്റിന്റെ മോയ്സ്ചറൈസിങ് പ്ലസ് സൺസ്ക്രീൻ ലോഷൻ ആണ്. മോയ്സ്ചറൈസറും ആയിക്കോളും, എന്നാലും ഇതിന് മുൻപായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് അഡ്വാൻസ്ഡ് UVA UVB പ്രൊട്ടക്ഷൻ ആണ്, നല്ല ക്വാളിറ്റിയിലുള്ളതാണ്. ഇത് പക്ഷേ നമുക്ക് കിട്ടുവാണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആണ് എങ്കിലും പക്ഷെ നല്ലതാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും ബെറ്റർ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഈ ഒരെണ്ണമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ കുറച്ച് നല്ലൊരു തിക്കായിട്ട് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇനിയിപ്പോ ഒരു ഫിംഗറിൽ ഇങ്ങനെ എടുത്തന്നേ ഉള്ളൂ, ഒരു വിരലിൽ എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ.
നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഫേസിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാതെ കഴുത്തിലും അതുപോലെ തന്നെ ചെവിയുടെ ഭാഗത്തും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യണം. കയ്യിലുമൊക്കെ നിങ്ങൾക്ക് വെയിൽ കൊള്ളാതിരിക്കുന്നതിന് വേണ്ടി, ചൂടടിക്കാതിരിക്കാനും വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിന് നിങ്ങൾ പ്രൊട്ടക്ഷന് വേണ്ടി, ചൂട് കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള പുതിയ വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും.